ജീവിതത്തിലെ ഒറ്റപ്പെടൽ, ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒത്തിരി കുറേ വീടുകളിലുണ്ട്. ഇപ്പം അധികമാണ്, കാരണം മക്കളെല്ലാം വിദേശത്തൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മിക്ക മാതാപിതാക്കളും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അല്ലേ? പക്ഷെ അച്ഛനും അമ്മയും കൂടെ ഒറ്റയ്ക്ക് താമസിക്കാൻ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടുണ്ട്. അതല്ലാതെ ചില അമ്മമാർ തന്നെ താമസിക്കും, ചില അച്ഛന്മാർ തന്നെ താമസിക്കും, ഇല്ലേ? ആരും ഇല്ല, മക്കളൊന്നും ഇല്ല, മക്കളെല്ലാം വിദേശത്ത്, അല്ലെങ്കിൽ മക്കൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും താമസിക്കുന്നത്. പിന്നെ ഭർത്താവ് മരിച്ചു പോയി കാണും, ഭാര്യ മരിച്ചു പോയി കാണും. ഇങ്ങനെയൊക്കെ തന്നെ ആരുമായിട്ടൊരു യാതൊരു ബന്ധവും ഇല്ലാതെ ജീവിക്കുന്നവർ. ഇങ്ങനെ അധികവും ജീവിക്കുന്ന ആരെന്നറിയാമോ? മിക്കവാറും ജോലിയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നല്ല ഭൂസ്വത്തുള്ളവരായിരിക്കും. സാമ്പത്തികമായിട്ടുള്ളവർക്ക് ഇങ്ങനെ താമസിക്കാൻ പറ്റുള്ളൂ, ആരുമില്ലാണ്ട്, അല്ലേ? അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മക്കളുടെ കൂടെ താമസിക്കും. അതായത് അവർക്ക് വേറെ വരുമാനമൊന്നുമില്ലല്ലോ. സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാകുമ്പോഴാണ് ഇവർ തന്നെ താമസിക്കാനുള്ള ഒരു ധൈര്യം ഇവർക്കുണ്ടാകുന്നത്. ജോലിയുള്ളവരാണെങ്കിൽ പെൻഷൻ കാശ് കിട്ടും. ഭർത്താവിന് ജോലി ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ പെൻഷൻ കാശെങ്കിലും കിട്ടും. അപ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടെന്നൊരു അവരുടെ ഉള്ളിലൊരു തോന്നൽ ഉണ്ടാകുന്നതുകൊണ്ട് ഇവർ തന്നെ താമസിക്കാൻ തീരുമാനിക്കും. എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് ഇവർ വരും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലേ? ഇങ്ങനെ അല്ലാത്തവരൊന്നും തന്നെ താമസിക്കുകയില്ല. ഒരു ചെറിയ പേടി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും അവർക്ക്. അവരപ്പം മക്കളുടെ കൂടെ സഹികെട്ട് ജീവിക്കണവരുണ്ട് കേട്ടോ. മക്കളുടെ കൂടെ പോയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കണവരുമുണ്ട്. കാരണം അവരെ കൊണ്ട് പറ്റാത്ത പണികളൊക്കെ മക്കൾ ചെയ്യിപ്പിച്ചിട്ട് ജീവിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് പിന്നെ ചിലര് സാഹചര്യം കൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അതായത് മക്കളെല്ലാം കെട്ടിച്ച്, പെൺപിള്ളേരൊക്കെ ആണെങ്കിൽ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ തന്നെ താമസിക്കാനേ മാർഗമുള്ളൂ. വേറെ എവിടെ പോയി താമസിക്കും? മക്കൾ ഭർത്താവിൻ്റെ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാനും കൂടെയുള്ള സാഹചര്യം ഇല്ലെങ്കിൽ, അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, പെങ്ങന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ ഈ അമ്മേനെയും കൂടെ കൊണ്ടുപോകുക അല്ലെങ്കിൽ അച്ഛനെയും കൂടെ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു പ്രാവർത്തികമല്ലാത്തതുകൊണ്ട് തന്നെ താമസിക്കേണ്ടി വരും. പിന്നെ അപൂർവം ചിലർ വൃദ്ധസദനങ്ങളിൽ അഭയം പ്രാപിക്കുകയും ചെയ്യും, ഇല്ലേ? ഇങ്ങനെയല്ല ജീവിതത്തിലെ ഒറ്റപ്പെടലുകൾ അധികം അനുഭവിക്കുന്നത്. ചിലരുണ്ട് ഇതിലൊന്നും പെടാത്ത ഒരു കൂട്ടരുണ്ട്. എങ്ങനെയാണെന്നറിയാവോ? ധാർഷ്ട്യത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട്. അതായത് എനിക്ക് ആരുടെ സഹായം വേണ്ട, എനിക്കൊരു സഹോദരങ്ങളുടെ വേണ്ട, എനിക്ക് ഭർത്താവിൻ്റെ വേണ്ട, മക്കളുടെ വേണ്ട, എനിക്ക് തന്നെ ജീവിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ് താമസിക്കുന്ന ഒരു കൂട്ടർ കൂടെ ഉണ്ട്. അവര് സഹോദരങ്ങളുമായിട്ട് പിണങ്ങി പിരിഞ്ഞിരിക്കും, ഭർത്താവിന് പിണങ്ങിയിരിക്കും, മക്കളോടും ഇഷ്ടമായിരിക്കില്ല. അവർക്ക് എന്നാന്ന് വെച്ചിട്ട് അവരുടെ നമുക്ക് സാധാരണ വേണമെങ്കിൽ പറയാം, തോന്നിവാസം നടക്കാൻ അവർക്ക് സാഹചര്യം വേണം. അതിന് വേണ്ടിയിട്ട് ഇവരെ ആരെയും അടുപ്പിക്കാത്ത ഒരു കൂട്ടരും കൂടെ ഉണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ. ഒരു ബന്ധവും ആരുമായിട്ട് സ്ഥാപിക്കില്ല ഇവർ. കാരണം അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇവരോട് ആരെങ്കിലും വന്ന് കൂടെ താമസിച്ചോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രാവിലെ എഴുന്നേൽക്കുന്നു, അതിലേതിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കിടക്കുന്നു, ഇവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നു, മറ്റാരുടെയും ഒരു ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാതെയാണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടരും കൂടെ ഉണ്ട്. ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി അതിൻ്റെ സഹോദരങ്ങളെ മുഴുവൻ ഇങ്ങനെ ഓരോ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന സഹോദരങ്ങളോടൊക്കെ ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട്, അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് വഴക്കുണ്ടാക്കിയിട്ട് താമസിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. കാരണം അച്ഛൻ്റെ അമ്മയുടെ കൂടെ താമസിച്ചോളാൻ പറഞ്ഞാൽ പോലും ഇവർ സമ്മതിക്കില്ല. ഇവർ തന്നെ താമസിക്കുള്ളൂ എന്ന് പറഞ്ഞ് താമസിക്കുന്നവരുണ്ട്. മക്കളുടെ കൂടെ ഒന്നും പോവില്ല, മക്കളെ ഒന്നും ഇഷ്ടമല്ലാതെ താമസിക്കുന്നവർ. മക്കളെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് ഇനി അവരുടെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടില്ല എന്നും പറഞ്ഞ് താമസിക്കുന്നവരും ഉണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പം ചില സുഹൃത്ത് ബന്ധങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പം ചില പറ്റിപ്പീസിലും ചെന്ന് ഇവർ ചാടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പം ഞാൻ പറയാൻ കാരണമായ സ്ത്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ഒരു പേയിങ് ഗസ്റ്റായിട്ടൊരു ഒരു പെൺകൊച്ചിനെ താമസിപ്പിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഈ പുള്ളിക്കാരി ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊടുത്ത് പൈസ 5000 രൂപയ്ക്കായിരുന്നു താമസിച്ചോണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം ഈ പെൺകുട്ടി ഓരോ സാധനങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തോണ്ട് പോകാനൊക്കെ അവരുടെ വീട്ടിലേക്ക് എടുത്തോണ്ട് വന്നു. ഈ പുള്ളിക്കാരി ഇല്ലാത്ത സമയത്ത് ചെറിയ ചെറിയ മോഷണമൊക്കെ നടത്തിയപ്പം ഈ കുട്ടീനെ ഇറക്കി വിടാൻ തുടങ്ങിയപ്പം ഈ കുട്ടി അവകാശപ്പെട്ടു, ഞാൻ ഇവർക്ക് കൂടുതൽ പൈസ കൊടുക്കാറുണ്ട്, ഇങ്ങനെ ഇവരെനിക്ക് പലിശയ്ക്ക് പൈസ തരാറുണ്ട്, ഏതാണ്ട് ഇത്ര രൂപ പലിശക്കാശൊക്കെ വെച്ച് എനിക്ക് തരാറുണ്ട്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ വാക്കേറ്റവുമായി, ഗുസ്തിയായി. അവസാനം ഈ പിണങ്ങി പിരിഞ്ഞിരുന്ന മക്കൾ തന്നെ വന്ന് വേണം ഇവരെ ഇറക്കി വിടേണ്ട ഒരവസരവും കൂടെ ഉണ്ടായി. മക്കളിത് അറിയാണ്ടായിരുന്നു ഇവർ താമസിപ്പിച്ചുകൊണ്ടിരുന്നത്. മക്കൾക്ക് അറിയാമായിരുന്നു ഇവിടെ ഒരു സ്ത്രീ താമസിക്കേണ്ടെന്ന്, ഒരു പെൺകുട്ടി താമസിക്കേണ്ടെന്ന്. പക്ഷെ മക്കളോട് ചോദിക്കാതെയൊക്കെ കയറ്റി താമസിച്ചാണ് അവസാനം മക്കൾ വന്ന് ഈ പെൺകുട്ടീനെ ഇറക്കി വിടേണ്ട ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്തു.
കാരണം ഇവർക്ക് വരുമാനത്തിന് വേണ്ടിയിട്ട് ഇവർ താമസിച്ചു. വരുമാനം പെൻഷൻ കാശുണ്ട്, അത് കൂടാതെ ഒരു എക്സ്ട്രാ വരുമാനം കൂടെ ഉണ്ടാക്കാനായിരുന്നു ഇങ്ങനെ ഒരാൾക്ക് താമസിക്കാൻ കൊടുത്തത്, ഒരു പെണ്ണിനെ താമസിക്കാൻ കൊടുത്തത്. ആ പെണ്ണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ തനിനിറം കാണിച്ചപ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങളായത്. അങ്ങനെ ഒരു കൂട്ടര്. പിന്നെ ചിലരെന്നു വെച്ചിട്ടുണ്ടല്ലോ, ഭർത്താക്കന്മാര് ഉപേക്ഷിക്കപ്പെട്ട് തന്നെ താമസിക്കുന്നത്. അവരിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ജീവിതം എന്നാന്ന് പറഞ്ഞാൽ മക്കളും ഒക്കെ വലുതായി അവരുടെ മക്കളുടെ കാര്യം നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ പോകാൻ ഒരു മടിയുള്ളവരുണ്ട്. അങ്ങനെ താമസിക്കുന്നവരുണ്ട്. അവര് എന്നാ പറയണേ, അവര് ആ 4 ചുവരിനകത്ത് ഇങ്ങനെ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർ ഇൻട്രോവേർട്ട് ആയിരിക്കും. അവർ ഈ ഏകാന്തതയെ സ്നേഹിക്കുന്ന കുറെ മനുഷ്യരില്ലേ, അവർക്ക് ഇങ്ങനെയുള്ളവരൊന്നും മറ്റുള്ളവരോട് കൂട്ടുകൂടണമെന്നൊന്നും ആഗ്രഹമുള്ളവരായിരിക്കില്ല. എക്സ്ട്രാവേർട്ടുകളായിട്ട് തന്നെ താമസിക്കുന്നവരാണ് മറ്റുള്ളവരോട് കൂട്ടുവേണം, മറ്റുള്ളവരെ അന്വേഷിക്കണം, അല്ലെങ്കിൽ മക്കളുടെ കൂടെ താമസിക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ കൂടെ താമസിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉള്ളവർ അങ്ങനെയുള്ളവരായിരിക്കും. ഈ എന്നാ പറയണേ, അന്തർമുഖരായിട്ടുള്ളവരാണ് തന്നെ താമസിക്കാൻ വേണ്ടി ഒത്തിരി ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത്. അവർക്ക് മറ്റുള്ളവരോട് അധികം മിങ്കിൾ ചെയ്യണമെന്നും ഇഷ്ടമല്ല. അവർക്ക് തന്നെ ജീവിക്കാൻ ഒരു കരുത്തുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യാം എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഭാഗമുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയണേ, മനസ്സിന് ഈ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുവോ, ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടും ഒക്കെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി കൊണ്ടും ഇങ്ങനെ ഏകാന്തവാസം അനുഭവിക്കുന്നവരുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി, വീടും പോകും, എല്ലാം പോകും, എന്നെ ഒരു വിലയില്ലാതെയായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഏകാന്തത തന്നെ താമസിക്കാം എന്നൊരു ചിന്താഗതിയിൽ എത്തുന്നവരും ഉണ്ട്. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവരായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയതായിരിക്കും ആ വീട് സ്ഥലമൊക്കെ. അപ്പോൾ പിന്നെ മക്കള് താമസിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ മക്കൾ അതെല്ലാം കൂടെ താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോകാം. പക്ഷെ മക്കൾ ദൂരേക്ക് താമസിക്കുമ്പോൾ അമ്മേനെ അച്ഛനെ വിളിക്കുകയാണെങ്കിൽ ഇവർ പറയണേ, എനിക്ക് വീട് വിട്ടിട്ട് പോരാൻ താല്പര്യമില്ല, ഞാനിവിടെ തന്നെ കിടന്നോളാം, നിങ്ങൾ പൊക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ട് നിങ്ങൾ വന്നേച്ചാൽ മതി എന്ന് പറയും. മക്കൾക്ക് ജോലി സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടിട്ട് പോരാൻ സാധിക്കില്ല. അങ്ങനെ വരുന്ന ചില കേസുകളും ഉണ്ട് ഇല്ലേ. ഇങ്ങനെയൊക്കെ ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒത്തിരി മനുഷ്യരുണ്ട് ഇല്ലേ. അവർക്ക് സംസാരിക്കാൻ, ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന എപ്പോഴാണെന്നറിയോ, മറ്റുള്ളവർ സംസാരിക്കാനൊരു സാഹചര്യം ഇല്ല ഇല്ലേ. അവർക്ക് തന്നെത്താനെ സംസാരിക്കുക, തന്നെത്താനെ വീട്ടിൽ കൂടെ നടക്കുക, മറ്റുള്ളവരോട് ഒരു ബന്ധവും ഇവർക്ക് കാണുകയില്ല. ഇവരിങ്ങനെ കുറച്ച് കഴിയുമ്പം എന്നാ പറയണേ, ചിലപ്പം ഒരു മാനസികമായിട്ടൊരു ചെറിയ ഇതിലേക്ക് വരാനും സാധ്യതയുണ്ടാകും. കാരണം ഏകാന്തത ഒത്തിരി നാൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിനെ ഭയങ്കര പിടിച്ചു കുലുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തൂല്ലേ. അങ്ങനെ ഒരവസ്ഥയിലേക്ക് വരുന്നവരും ഉണ്ട് ഇല്ലേ. അപ്പം ചിലർക്ക്, ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് ഇഷ്ടമായ ഏകാന്തത, അവര് ഇഷ്ടപ്പെടുന്ന ഏകാന്തതയാണ്. കാരണം മറ്റുള്ളവരുടെ കൂടെ ഒന്നും ജീവിക്കാൻ ഇഷ്ടമല്ല, അവർക്ക് അവരുടെ തോന്നിവാസം നടക്കാമല്ലോ എന്ന് ഓർത്ത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലർക്ക് ഏകാന്തത എന്ന് പറഞ്ഞ സാഹചര്യം കൊണ്ട് വന്നു കൂടുന്ന ഏകാന്തതയുണ്ട്, അതായത് ഭർത്താവ് മരിച്ച് അങ്ങനെയുള്ളവർ. ചിലരുടെ ഏകാന്തത എന്ന് വെച്ച് ഇൻ്റർവേർട്ടായി, അതായത് അന്തർമുഖരായിട്ടുള്ളവർക്ക് അവർക്ക് ഏകാന്തത ഇഷ്ടപ്പെടുക. അവർക്ക് വേറെ ഒത്തിരി ആൾക്കാരെ കൂടിയിരിക്കാനൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. ഏകാന്തം, അവരേതെങ്കിലും ഫംഗ്ഷന് പോയാൽ തന്നെ ഏതെങ്കിലും മൂലയിൽ കൂടിയിരിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലർക്ക് സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്ന് ഓർത്തുണ്ട്. ഞാനിനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സ്വത്തുക്കളെല്ലാം മക്കളോ മരുമകളോ ഒക്കെ അടിച്ചോണ്ട് മരുമകനോ ഒക്കെ കൊണ്ടുപോയെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ആ വീട്ടിൽ കൂടി താമസിക്കുന്നവരും ഉണ്ട്. ചിലരുണ്ട് പൈസ കയ്യിലുണ്ട് ഇഷ്ടം പോലെ, ആരുടെയും ചെലവിലൊന്നും കഴിയണ്ട എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട്. എനിക്ക് ആരും വേണ്ട, സഹോദരങ്ങളും വേണ്ട, ഭർത്താവും വേണ്ട, മക്കളും വേണ്ട, ഒന്നും വേണ്ട, ആരും വേണ്ട, ഞാൻ തന്നെ താമസിച്ചോളാം എന്ന് പറയുന്ന ഒരു കൂട്ടരും കൂടെ ഉണ്ട്. ഇങ്ങനെ പല സൈസ് ആൾക്കാരുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും കാരണങ്ങൾ പറഞ്ഞതിൽ ഇത് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ഏകാന്തതക്കാരുടെ സ്വഭാവം അല്ലേ. ഇതിലേതെങ്കിലുമൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും ഏകാന്തത അനുഭവിക്കുന്നവർ. മിക്കവരും പൈസയുടെ കേസിലാണ് പോവാതിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പൈസ ഒത്തിരി ഉള്ളവരാണ്, കയ്യിലും പൈസയുണ്ട്, സ്വത്തുക്കളും ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും മറ്റാരുടെ കൂടെ ജീവിക്കുകയോ ഇല്ല, അവരുടെ കൂടെ ജീവിക്കാൻ അവർ സമ്മതിക്കുകയോ ഇല്ല. അത് മക്കളാണെങ്കിൽ പോലും അവർക്ക് തന്നെ ജീവിക്കാനാണ് ഇഷ്ടം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഞാൻ പറഞ്ഞത് ശരിയാണോന്ന്. ഇങ്ങനെയുള്ളവരെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് ഒത്തിരി പേരെ കാണാൻ മേലെ. ചിലർ സ്വാഭാവികമായിട്ടും വരുന്നതാട്ടോ. ഒരു പെൺമക്കളൊക്കെ ഉള്ളവർ അധികവും ആത്മാർത്ഥമായിട്ട് ഏകാന്തത അനുഭവിക്കുന്നത്, ബാക്കിയുള്ളതെല്ലാം വരുത്തി വെക്കുന്ന ഏകാന്തത. ചിലരുണ്ട് സ്വന്തം വീടിൻ്റെ തൊട്ട് മുട്ടിച്ചേർത്ത് മക്കൾക്ക് വീട് കൊടുത്തിട്ട് മാറി താമസിപ്പിക്കും. ആ മക്കളെ ഈ വീട്ടിലേക്ക് കയറ്റുക പോലും ഇല്ലാത്ത
ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട്. ഒരേക്കർ സ്ഥലമാണെങ്കിൽ അതിനകത്ത് 2 വീട് വെച്ച് കൊടുത്തേക്കും. മക്കൾ തന്നെ വെച്ചായിരിക്കും ഷെയർ വാങ്ങിച്ച്. എന്നിട്ട് ഈ തറവാട്ട് വീട്ടിലേക്ക് കയറ്റാതെ താമസിക്കുന്നവരും അങ്ങനെയും കുറേ എണ്ണമുണ്ട്. ഈ ഒരമ്മ തന്നെയാണ് താമസിക്കണം, ചുറ്റും മക്കൾ താമസിക്കുന്നുണ്ട്. ഒരൊറ്റ മക്കളെ മരുമക്കളെ ഈ വീട്ടിലേക്ക് കയറ്റാണ്ട് താനെ ജീവിക്കുകയാണ്. അസുഖം വന്ന് കിടന്നിട്ടുണ്ടെങ്കിലോ പനി പിടിച്ച് കിടന്നിട്ടുണ്ടോ ഒന്നും അറിയില്ല. എന്നിട്ട് ഇവര് ഇങ്ങനെ കുറേ ദിവസം കിടന്നു കഴിയുമ്പോൾ ചുക്ക് കാപ്പി ഇതായെന്ന് പറഞ്ഞ് ഇവര് ഒരു ഓട്ടോറിക്ഷക്കാരനുണ്ട്, അയാളെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെ പിന്നെ ഇങ്ങനെ താമസിക്കുന്നവർ പൈസകളും അതേപോലെ ഇതൊക്കെ പറ്റിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരും ഒത്തിരി ഉണ്ട്. ഇവർക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുമ്പോൾ കൃത്യം കണക്ക് കൊടുക്കാതെയും ഇവരുടെ കയ്യിൽ പൈസ അടിച്ചുകൊണ്ട് പോകാനും ഒത്തിരി ആൾക്കാർ സഹായികളായിട്ട് നിൽക്കുന്നവരും ഉണ്ട്. ഒരു എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകും. എന്നിട്ട് ഇത്ര രൂപയായി എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷ കൂലിയാണെങ്കിൽ എന്താണെങ്കിലും ഇച്ചിരി കൂടുതൽ മേടിക്കും. ഇവരായി പൈസ ഇരിപ്പുണ്ടല്ലോ, ഇവരാരോട് ചോദിക്കുന്നൊന്നുമില്ലല്ലോ, ഇവരെടുത്ത് കൊടുക്കുകയും ചെയ്യും. കാരണം ഇവർക്ക് അങ്ങനെ തർക്കിച്ച് മേടിക്കാനുള്ള ഇതൊന്നുമില്ല. ഇവർക്ക് ഈ മക്കളോട് ഒക്കെ വഴക്കുണ്ടാക്കാനും അല്ലെങ്കിൽ ബന്ധുക്കളോട് വഴക്കുണ്ടാക്കാനുള്ള കഴിവേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളവർ നമ്മുടെ ചുറ്റുവട്ടത്തില്ലേന്ന്. അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.